ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അംബിക ശുംഭനെയും നിശുംഭനെയും വധിച്ചു കഴിഞ്ഞു. ശുംഭനിശുംഭന്മാരുടെ വധം കൊണ്ട് സന്തുഷ്ടരായ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും വന്ന് ഭഗവതിയെ സ്തുതിക്കുകയാണ്. എങ്ങനെയാണ് അംബികയെ അവർ സ്തുതിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി, അതാണ് ഏറ്റവും ആവശ്യം, ക്ഷമയോടുകൂടി അവസാനം വരെ ഇരുന്ന് നിങ്ങളെല്ലാവരും കേട്ട് പ്രാർത്ഥിക്കണം. അവർ അംബികയെ സ്തുതിക്കുന്നു. ശരണാഗതന്മാരുടെ ദുഃഖത്തെയെല്ലാം നശിപ്പിക്കുന്ന ജഗത് മാതാവായ അംബികെ അവിടുന്ന് പ്രസാദിച്ചാലും, ചരാചര പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഈശ്വരിയായ ഭഗവതി ഈ വിശ്വത്തെ വേണ്ടതുപോലെ അവിടുന്ന് രക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിദേവി തന്നെയാണ്. ഈ ജഗത്തിൻ്റെ എല്ലാം ആധാരഭൂത അങ്ങു തന്നെയാണ്. ജലരൂപത്തിൽ സ്ഥിതി ചെയ്ത് ലോകത്തെയെല്ലാം തൃപ്തയാക്കുന്നതും അംബിക തന്നെയാണ്. ഭഗവതിയുടെ പരാക്രമം അലംഘനീയമാണ്. അവിടുത്തെ വൈഷ്ണവ ശൈവ ശക്തിയും വിശ്വകാരണഭൂതയായ മഹാമായയുമായി സ്ഥിതി ചെയ്യുന്ന ഭവതിയാണ് ലോകത്തെയെല്ലാം മോഹവലയത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഭവതിയുടെ അനുഗ്രഹം തന്നെയാണ് മോക്ഷത്തിന് കാരണമായി തീരുന്നത്. ഈ ലോകത്തിലുള്ള സമസ്ത വിദ്യകളും സകല സ്ത്രീകളും ഭവതിയുടെ ഭിന്ന രൂപങ്ങളാകുന്നു. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭവതിയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും സ്വർഗവും മോക്ഷവും നൽകുന്ന ഭവതിയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജനങ്ങളുടെ ഹൃദയത്തിൽ ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്ന ഭഗവതി നാരായണി, അവിടുത്തേക്ക് നമസ്കാരം. കാലസ്വരൂപിണിയും സൃഷ്ടിസ്ഥിതി സംഹാരിണിയുമായ ദേവി നാരായണി, അവിടുത്തേക്ക് നമസ്കാരം. സർവമംഗളപ്രദയും കല്യാണ സ്വരൂപിണിയും സർവാർത്ഥ സാധികയും ശരണാഗത വത്സലയുമായ ദേവി നാരായണി, അവിടുത്തേക്ക് നമസ്കാരം. ശക്തി സ്വരൂപിണിയും ഗുണമയിയും ശരണാഗത പരിത്രാണപരായണയും സർവസാർത്ഥി വിനാശിനിയുമായ നാരായണി, അവിടുത്തേക്ക് നമസ്കാരം. ബ്രഹ്മാണി രൂപത്തിൽ ഹംസയുക്ത വിമാനത്തിൽ സ്ഥിതി ചെയ്ത് എല്ലായിടത്തും മംഗളമായ കമണ്ഡലുജലം തളിക്കുന്നത് ഭവതിയാണ്. മഹേശ്വരി രൂപത്തിൽ ത്രിശൂലം ധരിച്ച് ചന്ദ്രസർപ്പ വിഭൂഷിതയായി വൃഷഭവാഹനത്തിൽ സ്ഥിതി ചെയ്യുന്നതും അവിടുന്ന് തന്നെ. കൗമാരി രൂപത്തിൽ ശക്തിധാരിണിയായി മയൂര കുക്കുടാവൃതയായി സ്ഥിതി ചെയ്യുന്നതും, വൈഷ്ണവി രൂപത്തിൽ ശംഖുചക്രഗദ പത്മധാരിണിയായി വിളങ്ങുന്നതും അവിടുന്ന് തന്നെ. വരാഹി രൂപത്തിൽ മഹാചക്രം ധരിച്ച് ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചതും, നരസിംഹരൂപത്തിൽ രാക്ഷസവധം ചെയ്ത് ത്രൈലോക്യങ്ങളെ രക്ഷിച്ചതും അവിടുന്ന് തന്നെ. ഐന്ദ്രി രൂപത്തിൽ സഹസ്രാക്ഷിയായി വജ്രായുധം കൊണ്ട് വ്രതനെ സംഹരിച്ചതും, ശിവദൂതി രൂപത്തിൽ അസുര സൈന്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ഉഗ്രസ്വരൂപിണിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ദേവി നാരായണി, അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ ത്രിമൂർത്തികളായി ലോകരക്ഷ ചെയ്യുന്ന അംബികെ ഭഗവതി, അവിടുന്ന് പ്രസാദിച്ചാലും ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ.
ഭവതിയുടെ മനോഹരമായ സൗമ്യമായ ആ മുഖം തന്നെ ഞങ്ങളെ സകല ഭീതികളിൽ നിന്നും രക്ഷിക്കട്ടെ. അല്ലയോ കാർത്യായനി, ദേവിക്ക് നമസ്കാരം. അല്ലയോ ഭദ്രകാളി, അസുരന്മാരെ മുഴുവനും സംഹരിക്കുന്ന അത്യുഗ്രമായ ഭഗവതിയുടെ തൃശൂലം ഞങ്ങളെ രക്ഷിക്കട്ടെ. ലോകം മുഴുവനും മാറ്റൊലികൊള്ളുന്ന ശബ്ദം കൊണ്ട് അസുരന്മാരുടെ തേജസ് നശിപ്പിക്കുന്ന അംബികെ, ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അല്ലയോ ചണ്ഡികെ, അസുരന്മാരുടെ രക്തം പുരണ്ടിട്ടുള്ള ഭവതിയുടെ കയ്യിൽ വിളങ്ങുന്ന ഖഡ്ഗം ഞങ്ങൾക്ക് മംഗളത്തിനായി ഭവിക്കട്ടെ. ഭഗവതിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അല്ലയോ ദേവി, ഭഗവതി സന്തോഷിച്ചാൽ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നു. കോപിച്ചാൽ ഇഷ്ടങ്ങളായ എല്ലാ കാമങ്ങളെയും നശിപ്പിക്കുന്നു. അവിടുത്തെ ആശ്രയിക്കുന്ന മനുഷ്യർക്കു പിന്നെ യാതൊരു ആപത്തും ഉണ്ടാകുന്നില്ല. അധർമ്മികളായ അസുരന്മാർ ഞങ്ങൾക്കുണ്ടാക്കി തീർത്ത ഈ മഹത്തായ ദുഃഖം അനേകം രൂപങ്ങൾ സ്വയം ധരിച്ചുകൊണ്ട് തീർത്തു തരുവാൻ അംബികയ്ക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അല്ലയോ വിശ്വേശ്വരി, ഭവതി തന്നെ വിശ്വത്തെ ധരിക്കുന്നു, രക്ഷിക്കുന്നു. ഭവതിയുടെ ഭക്തന്മാർ ലോകത്തിന് പൂജ്യരായിത്തീരുന്നു. ലോകം മുഴുവനും ഭവതിയുടെ ഭക്തന്മാരെ വന്ദിക്കുന്നു. അല്ലയോ മഹാദേവി, അവിടുന്ന് പ്രസാദിച്ചാലും ഇപ്പോൾ അസുരവധം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചതുപോലെ എന്നും ഞങ്ങളെ ശത്രുഭയത്തിൽ നിന്നും രക്ഷിക്കുവാൻ കനിവുണ്ടാകണമേ. എല്ലാ ലോകങ്ങൾക്കുമുണ്ടാകുന്ന പാപങ്ങളെയും ഉപദ്രവങ്ങളെയും അവിടുന്ന് നശിപ്പിക്കണമേ. ഇങ്ങനെ ദേവന്മാരുടെ ഭക്തിപൂർണമായ സ്തുതി കേട്ട് അതീവ സന്തുഷ്ടയായ ഭഗവതി ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ദേവന്മാരെ, ഞാൻ സന്തുഷ്ടയായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ അത് ചോദിച്ചു കൊള്ളുക. ലോകത്തിന് ഉപകാരപ്രദമായ ആ വരം നിങ്ങൾക്ക് തരുവാൻ ഞാൻ സന്നദ്ധയാണ്. അംബികയുടെ ഇപ്രകാരമുള്ള അരുളപ്പാട് കേട്ടപ്പോൾ ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു: 3 ലോകങ്ങൾക്കുമുള്ള ഉപദ്രവങ്ങളെല്ലാം തീർക്കുവാൻ കനിവുണ്ടാകണം. ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കണം. ദേവിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ അഭയം പ്രാപിക്കുന്നു. ദേവന്മാരുടെ ഇപ്രകാരമുള്ള വരപ്രാർത്ഥന കേട്ട് ദേവി ഇങ്ങനെ പറയുകയാണ്: ദേവന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. സത്യധർമ്മങ്ങൾ അനുസരിച്ചു നടക്കുന്ന നിങ്ങളുടെ സംരക്ഷണത്തിന് ഞാൻ എപ്പോഴും ഉണ്ടാകും. വൈവസ്വത മന്വന്തരത്തിൽ 28-ാം യുഗത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രിയായി ജനിച്ച് വിന്ധ്യാപർവ്വതത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ അസുരന്മാരെ നശിപ്പിക്കും. പിന്നീട് ഭൂമിയിൽ ഭയങ്കര രൂപത്തിൽ അവതരിച്ച് വൈപ്രചിത്തന്മാരെന്ന അസുരന്മാരെ നശിപ്പിക്കാം. അന്ന് ഈ അസുരന്മാരെ ഭക്ഷിക്കുമ്പോൾ അവരുടെ രക്തം കൊണ്ട് എൻ്റെ പല്ലുകളെല്ലാം ചുവന്ന നിറമായി തീരും. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളവരെല്ലാം എന്നെ രക്തദന്തിക എന്ന് വിളിക്കും. പിന്നെയും 100 വർഷങ്ങളിലുള്ള അനാവൃഷ്ടി കൊണ്ട് ഭൂമി മുഴുവനും ജലം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മുനിമാർ എന്നെ സ്തുതിക്കും. അവരുടെ സ്തുതി കൊണ്ട് ഞാൻ പ്രത്യക്ഷമായി വന്ന് അവരെ അനുഗ്രഹിക്കുവാൻ അനേകം നേത്രങ്ങൾ കൊണ്ട് അവരെ കടാക്ഷിക്കും. അതുകൊണ്ട് എന്നെ ശതാക്ഷി
എന്ന നിലയിൽ അവർ സ്തുതിക്കും. പിന്നീട് മഴ പെയ്യുന്നത് വരെ സ്വദേഹങ്ങളിൽ നിന്നുണ്ടാകുന്ന ശാഖങ്ങളെ കൊണ്ട് ഞാൻ ലോകത്തെ എല്ലാം ഭരിക്കുന്നത് കൊണ്ട് ശാകംഭരി എന്ന പേരിലും ഞാൻ പ്രസിദ്ധയായിത്തീരും. അന്ന് ദുർഗമൻ എന്ന അസുരനെ ഞാൻ വധിക്കുന്നത് കൊണ്ട് ദുർഗാദേവി എന്ന പേരിലും ജനങ്ങൾ എന്നെ അറിയും. അനന്തരം മുനിമാരെ രക്ഷിക്കുന്നതിനായി ഭീമമായ രൂപം ധരിച്ച് രക്ഷസുകളെ ഞാൻ ഭക്ഷിക്കും. അതുകൊണ്ട് ഭീമാദേവി എന്ന പേരിൽ ഞാൻ പ്രസിദ്ധയായിത്തീരും. പിന്നീട് അരുണൻ എന്ന പേരായ അസുരൻ ത്രിലോകത്തെ മുഴുവനും ഉപദ്രവിക്കുമ്പോൾ ഞാൻ ഭ്രമരത്തിൻ്റെ രൂപം ധരിച്ച് ആ അസുരനെ വധിക്കും. അതിനാൽ ഭ്രാമരി എന്ന് ജനങ്ങൾ എന്നെ വാഴ്ത്തും. എന്തിനധികം പറയുന്നു, എപ്പോഴാണോ ഈ ലോകത്തിന് അസുരന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം ഞാൻ അവതരിച്ച് ശത്രു സംഹാരം ചെയ്ത് ലോകത്തെ സംരക്ഷിക്കുന്നതാണ്. ഈ സ്തുതിഗീതങ്ങൾ കൊണ്ട് ശ്രദ്ധയോടുകൂടി എന്നെ സ്തുതിക്കുന്നവരുടെ എല്ലാ ബാധകളും ഞാൻ തീർത്തു കൊടുക്കുന്നതാണ്. മധുകൈഢഭനാശം, മഹിഷാസുരമർദ്ദനം, ശുംഭനിശുംഭവധം എന്നീ എൻ്റെ ലീലകളെ അഷ്ടമി, നവമി, ചതുർദശി എന്നീ തിഥികളിൽ കീർത്തനം ചെയ്യുന്നവർക്ക് യാതൊരു ആപത്തും പാപവും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല, ദാരിദ്ര്യം, ഇഷ്ടവിരഹം, ശത്രുഭയം, ചോരഭയം, രാജഭയം, ശസ്ത്രഭയം മുതലായവ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നതല്ല. ഈ ദേവീ മഹാത്മ്യം നിത്യവും വീട്ടിൽ വായിക്കുകയാണെങ്കിൽ എൻ്റെ സാന്നിധ്യം അവിടെ അവർക്ക് അനുഭവപ്പെടുന്നതാണ്. ശരത്കാലത്ത് എൻ്റെ ഈ മഹാത്മ്യം സ്മരിച്ചുകൊണ്ട് എന്നെ പൂജിക്കുകയാണെങ്കിൽ സർവവിധ ബാധകളിൽ നിന്നും അവർ മുക്തരായി തീരും എന്നു മാത്രമല്ല, ധനധാന്യാദി സമ്പത്തുകളും പുത്രമിത്രാദികളും വർദ്ധിക്കുകയും ചെയ്യും. യുദ്ധത്തിൽ വിജയം സിദ്ധിക്കുവാനും ശത്രുനാശത്തിനും ഉത്തരോത്തരം മംഗളമുണ്ടാകുന്നതിനും എൻ്റെ ഈ മാഹാത്മ്യ ശ്രവണം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഭൂതപ്രേത പിശാചാദി ബാധയും ഇല്ലാതായിത്തീരും. ധൂപ ദീപാദി സമർപ്പണം, ബ്രാഹ്മണ ഭോജനം, ദ്രവ്യദാനം, ദേവതാപൂജ മുതലായ സത്ക്രിയകളോടുകൂടി എൻ്റെ മാഹാത്മ്യം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് പാപനാശവും പുണ്യവർദ്ധനയും ആയുരാരോഗ്യ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. വനാന്തരങ്ങളിൽ കാട്ടുതീയുടെ നടുവിൽ പെട്ട് ഉഴലുമ്പോഴും ക്രൂരമൃഗങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരുമ്പോഴും രാജകോപം കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോഴും അഗാധമായ സമുദ്രത്തിൽ പതിച്ചു മരണത്തെ അഭിമുഖീകരിക്കപ്പെടുമ്പോഴും മഹാരോഗങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോഴും എൻ്റെ മഹാത്മ്യത്തെ സ്മരിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ അവർ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നു. സംസാര ദുഃഖത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ദുഃഖ ശമനത്തിനുള്ള സിദ്ധൌഷധമാണ് ഈ ദേവീ മഹാത്മ്യ പാരായണം. ഇത്രയും പറഞ്ഞ് അംബിക ദേവന്മാർ നോക്കി നിൽക്കെ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ദേവന്മാർ അസുരനാശത്താൽ തങ്ങളുടെ ഭയം അവസാനിച്ചു എന്നു കണ്ട് സന്തുഷ്ടരായി സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തങ്ങളുടെ നായകന്മാരായ ശുംഭനും നിശുംഭനും എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടപ്പോൾ ബാക്കിയുള്ള അസുര സൈന്യങ്ങളെല്ലാം തന്നെ പാതാളത്തിലേക്ക് ഓടിയൊളിച്ചു. ഇങ്ങനെ സനാതനിയായ ആ ദേവിയാണ്
വീണ്ടും വീണ്ടും വന്ന് ഈ വിശ്വത്തെ പരിപാലിക്കുന്നത്. ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയും ആ ദേവി തന്നെയാണ്. പ്രസന്നയായാൽ മഹാദേവി ഐശ്വര്യവും വിജ്ഞാനവും നൽകുന്നു. അല്ലെങ്കിൽ അലക്ഷ്മിയായി വിപത്തിനെയും നാശത്തിനെയും ഉണ്ടാക്കുന്നു. ജഗത്തിനെ മുഴുവനും മോഹിപ്പിക്കുന്നതും സർവേശ്വരി തന്നെയാണ്. ഇങ്ങനെ ദേവി മാഹാത്മ്യം വിവരിച്ചതിനു ശേഷം മഹർഷി രാജാവിനോടും വൈശ്യനോടുമായി ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾക്ക് മഹാദേവിയുടെ പ്രഭാവവും മഹത്വവും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. വിദ്യാസ്വരൂപിണിയായ ആ വിഷ്ണുമായ ഈ ലോകത്തിനെ മോഹവലയത്തിൽപ്പെടുത്തി തൻ്റെ ലീലകൾ കൊണ്ട് ആനന്ദിപ്പിക്കുന്നു. ആ ദേവി തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും മോഹിപ്പിക്കുന്നത്. എത്ര വലിയ വിവേകികളും ആ മോഹത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ട് വിഷമിക്കുന്നു. ആ പരമേശ്വരിയെ ശരണം പ്രാപിക്കൂ, ആരാധിക്കൂ. ഭോഗങ്ങളും സ്വർഗവും മോക്ഷവും നൽകുവാൻ കഴിവുള്ള ആ അംബികയെ നിങ്ങൾ പ്രസാദിപ്പിക്കൂ. ഇങ്ങനെ മഹർഷി പറഞ്ഞപ്പോൾ സുരഥനും സമാധിയും ഭഗവതിയുടെ പ്രസാദത്തിനായി തപസ്സു ചെയ്യുവാൻ തീർച്ചപ്പെടുത്തുന്നു. മഹർഷിയോട് തന്നെ എങ്ങനെയാണ് മഹാദേവിയെ പൂജിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ദേവി വിഗ്രഹമുണ്ടാക്കി ഏകാഗ്രമനസ്കരായി പുഷ്പങ്ങളും ദീപങ്ങളും ധൂപങ്ങളും സമർപ്പിച്ച് ഭഗവതിയെ പൂജിക്കുവാൻ തുടങ്ങി. ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്നാനാദികൾ നിർവഹിച്ച് ദേവീ സൂക്തം ജപിക്കും. ഭഗവതിയെ ഏതു വിധത്തിലും സാക്ഷാത്കരിക്കണമെന്നുള്ള പരമമായ ആഗ്രഹം കൊണ്ട് അവർ ആഹാരം പോലും ഉപേക്ഷിച്ചുകൊണ്ട് കഠിനമായ തപസ്സാണ് അനുഷ്ഠിച്ചത്. അങ്ങനെ 3 വർഷത്തെ തീവ്ര തപസ്സിൻ്റെ ഫലമായി ചണ്ഡികാദേവി സന്തുഷ്ടയാവുകയും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭഗവതി ഇങ്ങനെ അരുളി ചെയ്തു: നിങ്ങളുടെ തപസ്സുകൊണ്ട് ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നൽകുന്നുണ്ട്. ഭഗവതിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് ഈ ജന്മത്തിൽ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് രാജ്യം വീണ്ടെടുക്കുവാൻ കഴിയണം എന്നു മാത്രമല്ല, അടുത്ത ജന്മത്തിലും രാജ്യം നഷ്ടമാകാതെ തനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ സകല ലൗകിക വിഷയങ്ങളോടും വിരക്തി ഉണ്ടായ വൈശ്യനാകട്ടെ അഹങ്കാരവും മമതയും നശിച്ച് ആസക്തിയില്ലാത്തവനായി തീരണം എന്നാണ് ആഗ്രഹിച്ചത്. ജ്ഞാനം വേണമെന്നും വൈശ്യൻ ആവശ്യപ്പെട്ടു. ഭഗവതി അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ രാജാവേ, കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് അങ്ങേക്ക് രാജ്യം ഭരിക്കുവാൻ സാധിക്കും. അടുത്ത ജന്മത്തിൽ വിവസ്വാന്റെ പുത്രനായി ജനിച്ച് സാവർണികൻ എന്ന മനുവായി തീർന്ന് ഒരു മന്വന്തരം മുഴുവനും ജഗത്തിനെ പരിപാലിക്കുവാനും അങ്ങ് ശക്തനായിത്തീരും. അല്ലയോ വൈശ്യശ്രേഷ്ഠ, നിങ്ങൾക്കും ആഗ്രഹിച്ച വരം ഞാൻ നൽകുന്നുണ്ട്. മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന ആത്മജ്ഞാനത്തിന് നീ അധികാരിയായിത്തീരും. ഇങ്ങനെ രണ്ടുപേരെയും ഭഗവതി അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവതി അന്തർധാനം ചെയ്തു. രണ്ടുപേരും
സന്തോഷിച്ചുകൊണ്ട് ഭഗവതിയെ സ്തുതിക്കുകയും ചെയ്തു. രാജാവ് പിന്നീട് സാവർണിക മന്വന്തരത്തിലെ അധിപതിയായി തീർന്നു. വൈശ്യനാകട്ടെ ഒരു മഹാജ്ഞാനിയായി തീരുകയും ചെയ്തു. ഇതാണ് ദേവീ മാഹാത്മ്യ കഥ. ഭഗവതിയുടെ അപാരമായ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും നിത്യവും ഭഗവതിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അംബികയുടെ ഈ മനോഹരമായ കഥ ദേവി മഹാത്മ്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് നമ്മൾ പറഞ്ഞത് ഭഗവതിയുടെ സ്തുതിയാണ്. ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്നത്? എന്തിനാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്നത്? ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് സർവേശ്വരി നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഭഗവതിയോടുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ സകല പാപങ്ങളിൽ നിന്നും സകല ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഭഗവതി ഇവിടെ പറഞ്ഞു. അത് കേൾക്കുന്നവർക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരായണം ചെയ്യേണ്ടത് എന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഈ ദേവീ മഹാത്മ്യ കഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഏകദേശം 8-9 ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം മുതൽ കേൾക്കാൻ സാധിച്ച എല്ലാവരും മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളും തന്നെ. എത്ര പേർ എല്ലാ ദിവസവും കേട്ടു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം പറയണം. മനസ്സിലായില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ദേവീ മഹാത്മ്യം എന്നൊരു ഫോൾഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കഥകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ആ കഥകളൊക്കെ എടുത്ത് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കേട്ടു നോക്കൂ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. നാമജപം അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.